ന്യൂസ് മലയാളം ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാർക്കുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത ജാഗ്രത കുറവുണ്ടായെന്നും അന്വേഷണ റിപ്പോർട്ട് DMEക്ക് കൈമാറി. റിപ്പോർട്ട് ഉടൻ തന്നെ ആരോഗ്യമന്ത്രിക്കും സമർപ്പിക്കും. ചികിത്സാ പിഴവ് സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടികൾ. വാഹനാപകടത്തിൽ കാലിൽ പൊട്ടലുണ്ടായതിനെ തുടർന്ന് കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദിനെ കഴിഞ്ഞ മാസം 28-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ICUവിൽ നിന്ന് രോഗിയെ വാർഡിലേക്ക് മാറ്റുമ്പോൾ ബന്ധുക്കളാണ് മുറിവ് പുഴുവരിച്ചതായി മനസ്സിലാക്കുന്നത്. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുതൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അണുബാധയ്ക്ക് കാരണം ഗുരുതര അനാസ്ഥയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ICUവിൽ കഴിയവേ കാലിലെ മുറിവിൽ ഈച്ച മുട്ടയിട്ട് പുഴുവായതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം വാർത്തയിലൂടെ നടന്ന ഗുരുതര വീഴ്ച പുറത്തു വന്നതോടെ ആരോഗ്യവകുപ്പ് സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് DMEക്ക് കൈമാറിയിരിക്കുകയാണ്. ഓർത്തോ വിഭാഗം ICU ജീവനക്കാരന് ഗുരുതര വീഴ്ചയുണ്ടായി. രോഗി പരിചരണത്തിലും വീഴ്ച പറ്റിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വീഴ്ച പറ്റിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതീവ തീവ്ര പരിചരണം ആവശ്യമുള്ള ICUവിൽ നിന്നും രോഗിക്ക് ഇത്തരമൊരു ദുരവസ്ഥയുണ്ടായത് ആരോഗ്യവകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായി വിലയിരുത്തിയ ശേഷം ആരോഗ്യമന്ത്രി കർശന നടപടി സ്വീകരിച്ചേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.